അർജുനൻ വിട പറയുന്നു. ഗാണ്ഡീവവും അക്ഷയധൂണീരവും എടുത്ത് ഹിമാലയത്തിലേക്ക് പോകുന്നു. കഠിന തപസ്സനുഷ്ഠിച്ച് ദിവ്യാസ്ത്രങ്ങൾ നേടിയെടുക്കുവാൻ എല്ലാ സഹോദരന്മാരും പ്രസന്നവധരായി യാത്രയയക്കുന്നു. എൻ്റെ മനസ്സിലൊരു ചോദ്യമുയർന്നു. ഇത്രയും സഹോദരന്മാരുണ്ടായിട്ട് കഠിന തപസ്സിൻ്റെ ഭാരം അർജുനനെ മാത്രം ഏൽപ്പിച്ചത് എന്തിന്? ദേവേന്ദ്രൻ, ശ്രീ പരമേശ്വരൻ, യമൻ, വരുണൻ, കുബേരൻ എന്നീ പഞ്ചദേവന്മാരിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ദിവ്യാസ്ത്രങ്ങൾ നേടുവാനുള്ള ചുമതല 5 സഹോദരന്മാരിൽ ഓരോരുത്തർക്കും വീതം വെച്ചുകൂടായിരുന്നു. അർജുനൻ വീരനാണ്, കരുത്തനാണ്, നിഷ്ഠയുള്ളവനാണ്. അദ്ദേഹത്തിനൊരു സുഖവും അനുഭവിക്കേണ്ടേ? ജീവിതത്തിൻ്റെ പകുതി ഭാഗം വനവാസമായി കഴിഞ്ഞുപോയി. അന്നും കഠിന തപസ്സ് അനുഷ്ഠിച്ചിരുന്നു. ഇപ്പോഴത്തെ കുറച്ചു വർഷങ്ങൾ എല്ലാവരും ചേർന്ന് വനവാസം ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കവിഹൃദയമുള്ളവനും വികാരലോലനുമാണ് അർജുനൻ. അദ്ദേഹം ഹിമാലയത്തിൽ പോയാൽ യഥാർത്ഥത്തിലുള്ള വനവാസ ദുഃഖം എനിക്ക് അനുഭവപ്പെടും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനെ കൂടെ കൂടെ അകറ്റിക്കൊണ്ടു പോകുന്നത് പ്രകൃതിയുടെ വിനോദമായിരിക്കാം. എന്നെ ക്ലേശിപ്പിക്കുന്നതിൽ, എൻ്റെ ഭർത്തൃസ്നേഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതിൽ നിയതി എത്ര നിഷ്ഠുരമായി പ്രവർത്തിക്കുന്നു. അർജുനനെ ദുഷ്ടപദത്തിൽ നിന്ന് അകറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും മറയുന്നില്ല. ഒരുപക്ഷെ ഇക്കാര്യം വിധിക്കറിഞ്ഞുകൂടായിരിക്കും. ആലോചിക്കും തോറും ഹൃദയം പിടയ്ക്കുന്നു. സ്ഥിരചിത്തയായി പ്രസന്നവദനായി അർജുനനെ യാത്രയയക്കാം. ഇന്ന് അദ്ദേഹം ഏതെങ്കിലും പിണക്കത്തിൻ്റെ പേരിലല്ല ഹിമാലയത്തിലേക്ക് പോകുന്നത്. ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്നത്തേക്ക് മടങ്ങി വരും? 12 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം അറിയാമായിരുന്നു. എന്നാൽ ഇത്തവണ മടങ്ങി വരുന്നതിന് സമയപരിധിയൊന്നുമില്ല. അർജുനൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. അജ്ഞാതവാസത്തിന് മുൻപ് തീർച്ചയായി. സാധനയെയും സിദ്ധിയെയും കുറിച്ച് മുൻകൂട്ടി എന്തെങ്കിലും പറയുവാൻ പറ്റുമോ? 5 ദേവന്മാരുടെ കാര്യമാണ്. എന്തായാലും 5 വർഷം കഴിയാതെ മടങ്ങി വരുവാനുള്ള സാധ്യത കാണുന്നില്ല. അതിനുശേഷമുള്ള കാര്യം പറയുവാൻ പ്രയാസമാണ്. നിങ്ങൾ വിഷമിക്കുന്നത് എന്തിന്? ഞാനില്ലെങ്കിലും 4 ഭർത്താക്കന്മാർ കൂടെയുണ്ടല്ലോ. അവരുടെ കൂട്ടുകാട്ടരവരെ പോലെ നിർബാധം സുഖമനുഭവിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമില്ല. ഞാൻ മാത്രമായി നിങ്ങളെ വിവാഹം ചെയ്തിരുന്നുവല്ലേ എത്ര ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. പാണ്ഡവ കുടുംബത്തിൽ ദീർഘകാലത്തെ ക്ലേശകരമായ ജോലികൾ എന്നെങ്ങനെയാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറെക്കാലം എന്നെ പിരിഞ്ഞിരിക്കേണ്ടി വരുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഭയമില്ല. നിങ്ങൾ സുഖമായി ജീവിക്കുമ്പോൾ എൻ്റെ തപസ്സിന് ഏകാഗ്രതയുണ്ടാവും. ഞാൻ സുഖമായി ജീവിക്കും. അർജുനന്റെ വേർപാടിൻ്റെ ദുഃഖം മറ്റ് 4 ഭർത്താക്കന്മാരുമൊത്ത് കഴിയുന്നത് മൂലം ഞാൻ മറക്കും. കാട്ടരുവി പോലെ സുഖമായി സമയം ചെലവഴിക്കും. എന്തൊക്കെയാണ് അർജുനന്റെ വിചാരം? ഇതോർക്കുമ്പോൾ ദുഃഖം വർദ്ധിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിനുള്ള സവിശേഷമായ സ്ഥാനം മറ്റ് 4 പേരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എൻ്റെ പ്രാണേശ്വരനെ എങ്ങനെ ബോധ്യപ്പെടുത്തു? ഈ ലോകത്ത് ആരാരുടെ മനസ്സറിയുന്നു? എൻ്റെ മനോവേദന അർജുനൻ മനസ്സിലാക്കുന്നില്ല. അതിൽ പരിതപിക്കുകയല്ലാതെ എന്ത് ചെയ്യും? അർജുനൻ തുളുമ്പുന്ന കണ്ണുകളോടെ യാത്ര ചോദിച്ചു. കൃഷ്ണേ, നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ദിവ്യാസ്ത്രങ്ങൾ നേടിതിരിക്കെ അങ്ങനെ വന്നാൽ നിങ്ങൾ ഹസ്തിനാപുരത്തെ മഹാറാണിയാക്കും. കർണന്റെ അഹങ്കാരം നശിക്കും. ഞാൻ കർണനെ വധിച്ച് നിങ്ങളുടെ അപമാനത്തിന് പകരം വീട്ടു. കൗരവന്മാരുടെ എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും ഗൂഢാലോചന നടത്തുന്നത് ശകുനിയാണ്. എന്നാൽ അവരുടെ മുഖ്യ ഉപദേഷ്ടാവാണ് കർണൻ. കർണവധം നിശ്ചിതമാണെന്ന് എനിക്കറിയാം. കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടോ എന്ന് പറയാം. കർണവധത്തിനു വേണ്ടി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ വിജയിക്കും. അങ്ങനെ ധർമ്മം ജയിക്കും. എങ്കിലും കർണവധത്തിൻ്റെ കാര്യം ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്നു. കുന്തിദേവിയുടെ ഹൃദയത്തിൽ കർണനോടുള്ള അഗാധമായ സ്നേഹം എന്നെ സ്വാധീനിച്ചിരിക്കുന്നു. ഞാനെല്ലാം വിധിയിൽ അർപ്പിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് സ്ത്രീ സഹജമായ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവന്മാരിൽ നിന്ന് വരം നേടുന്നതിനു വേണ്ടി സ്വർഗത്തിൽ പോകേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഊർവശി, രംഭ, മേനക, തിലോത്തമ മുതലായ നിത്യയൗവനം തുളമ്പുന്ന അപ്സരസുകളുണ്ട്. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബ്രഹ്മചര്യം പാലിക്കരുത്. കഴിഞ്ഞ വനവാസകാര്യം മറ്റൊന്നായിരുന്നു. ഇത്തവണ വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് പോകുന്നത്. ആഗ്രഹങ്ങൾ മനുഷ്യന് ക്ഷണികമായ സുഖം പ്രദാനം ചെയ്യുന്നു. പക്ഷെ അവ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയില്ല. അർജുനൻ രസികത്വം നിറഞ്ഞ ഭാവത്തിൽ ചോദിച്ചു. സുന്ദരിമാരായ അപ്സരസുകളോട് അസൂയ തോന്നുന്നു? അസൂയ തോന്നുന്നത് അസ്വാഭാവികമല്ല. ഞാനൊരു സ്ത്രീയല്ലേ. എന്തു സംഭവിക്കുമെന്ന് ആർക്കറിയാം? അപ്സരസുകളെ കണ്ടിട്ട് വലിയ മഹർഷിമാർക്ക് തപോഭംഗം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണക്കാരനായ ഗൃഹസ്ഥൻ, പോരാഞ്ഞിട്ട് ഭാര്യയെ അകലെയും. അർജുനന്റെ രസികത്വം കേട്ട് എനിക്ക് കോപമുണ്ടായി. കത്തുന്ന കണ്ണുകളോടെ ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അപ്സരസുകളോടൊത്ത് കേളികളാടുന്ന വാർത്ത കേട്ടാൽ ഞാൻ പ്രാണൻ കളയും. കഴിഞ്ഞ തവണ കണ്ടല്ലോ, കൃഷ്ണയ്ക്ക് ഭർത്താവും കുടുംബസുഖവും വിധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അസൗകര്യം നിങ്ങൾക്കായിരിക്കും.
കഴിഞ്ഞ തവണ പ്രേമിച്ച പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടി വന്നു. എന്നാൽ അപ്സരസുകളുടെ പ്രേമത്തിന് വലിയ കൊടുങ്ങലും വിവാഹത്തിന് പ്രശ്നമുദിക്കുന്നില്ല. ദുഷ്പേര് മാത്രം ബാക്കി നിലനിർത്തി. അർജുനൻ എൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണന്റെ സഖാവായ അർജുനനെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സമയം വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ. അർജുനന്റെ സ്പർശത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പരിശുദ്ധി അടയാളപ്പെടുത്തിയിരിക്കുന്നു. അസൂയ നിറഞ്ഞ എൻ്റെ സ്ത്രീ ചിത്തം ആ സ്പർശത്താൽ ഊർധ്വമുഖമാണ്. പൂക്കൾ ഉദ്യാനത്തിലാണോ വിടരുന്നത്, അതോ മനസ്സിൻ്റെ മുറ്റത്തോ? സുഗന്ധം പുഷ്പതകളാണെന്നോ കുടികൊള്ളുന്നത്, അതോ മനസ്സിൻ്റെ ഇതളുകളെയോ? പഞ്ചമാനന്ദം കുയിലിൻ്റെ സ്വരത്തിലാണോ, അതോ മനസ്സിൻ്റെ തന്ത്രികളിലാണോ? വസന്തം വാസ്തവത്തിൽ ഉണ്ടാകുന്നതാണോ, അതോ ഭാവനയിൽ ചിത്രീകരിക്കപ്പെടുന്നതോ? പ്രകൃതിയുടെ ശോഭയും സംഗീതയും ധ്വനിയും മനസ്സിൻ്റെ സ്വപ്നവുമെല്ലാം എൻ്റെ കൺമുൻപിൽ നിന്ന് മാഞ്ഞുപോയി. അർജുനനില്ലാത്തതിനാൽ തീർത്ഥയാത്രയ്ക്കായി മനസ്സ് വെമ്പുകയായിരുന്നു. തീർത്ഥയാത്രയ്ക്കിടയിൽ സാധാരണ ലീനനായ സവ്യസാചിയുടെ സൗമ്യ രൂപം ദർശിക്കുവാൻ കഴിയുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. യുധിഷ്ഠിരനോട് പലതവണ ആവശ്യപ്പെട്ട ശേഷം അദ്ദേഹം തയ്യാറായി. തീർത്ഥാടനം നടത്തിയ ശേഷം മടങ്ങി വന്ന ഋഷിമാരിൽ നിന്ന് അർജുനനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറിയുവാൻ കഴിഞ്ഞു. അർജുനൻ ഹിമാലയത്തിൽ തപസ് ചെയ്യുകയാണ്. അദ്ദേഹം ആദ്യം ഹിമാലയത്തിനടുത്തുള്ള ദുർഗമ വനത്തിൽ തപസ് ചെയ്തു. പിന്നെ വീരത്വം പ്രദർശിപ്പിച്ച് ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം കരസ്ഥമാക്കി. അത് കേട്ട് ഞങ്ങളെല്ലാം ആഹ്ലാദിച്ചു. പിന്നീട് യമനിൽ നിന്ന് ദണ്ഡാസ്ത്രവും, വരുണനിൽ നിന്ന് വരുണപാശവും, കുബേരനിൽ നിന്ന് പ്രസ്വാപനാസ്ത്രവും വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നേടിയെടുത്തു. അർജുനൻ ഇനി വൈകാതെ മടങ്ങിയെത്തുമെന്ന് തോന്നി. പിതാവായ ഇന്ദ്രനിൽ നിന്ന് ദിവ്യാസ്ത്രം നേടുവാൻ വലിയ കാലതാമസം ഉണ്ടാവുകയില്ല. അനുദിനം അനുനിമിഷം ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടി കാത്തിരുന്നു. രാത്രിയിൽ ഉണർന്നിരുന്നു. ഇപ്പോൾ വരുമെന്ന് തോന്നലോടെ ഉദയസൂര്യൻ്റെ ഉജ്ജ്വല ശോഭയിൽ, അസ്തമയ സൂര്യൻ്റെ ലളിതകോമളമായ വിടവാങ്ങിലെ, ചന്ദ്രികയുടെ വെളിച്ചത്തിൽ, മഴയുടെ സംഗീതത്തിൽ രാത്രിയിൽ ഞാൻ സ്വപ്നം കാണും. ചിലപ്പോൾ നിലവിളിക്കും. അർജുനനെ ഞാൻ വിടുകയില്ല. എനിക്ക് രാജ്യം വേണ്ട, ധനം വേണ്ട. അർജുനൻ എൻ്റെ അടുത്തുണ്ടായാൽ മതി. ജീവിതത്തിലെ നീണ്ട കാലയളവ് വിരഹവേദന അനുഭവിച്ച് കഴിച്ചുകൂട്ടി. ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ഇനി എത്ര കാലം ബാക്കിയുണ്ടാകും? എന്തായാലും ഈ അവസാന കാലത്ത് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാകണം. ഭീമൻ എൻ്റെ വാചാലതയിൽ നീരസം പ്രകടിപ്പിക്കും. എന്നെ പിടിച്ചുകൊണ്ട് പറയും, എത്ര വിദൂഷിയായാലും സ്ത്രീ സ്ത്രീ തന്നെ. അർജുനനെ ചേലത്തുമ്പിൽ കിട്ടിയാൽ നിങ്ങളോട് ചെയ്ത അപമാനത്തിന് പകരം വീട്ടുന്നത് എങ്ങനെ? അന്യായവും അധർമ്മവും എങ്ങനെ ഇല്ലാതാകും? പാഞ്ചാലി, ഇത്ര ദുർബലയാണോ നീ? ഇത്ര സുഖലോപുപിയാണോ നീ? ഭീമൻ്റെ ശകാരം കേൾക്കുമ്പോൾ എൻ്റെ മുറിവുകളിൽ നിന്ന് ചോരയൊഴുകി തുടങ്ങും. അഴിഞ്ഞുലഞ്ഞ തലമുടി ഭാരമുള്ളതായി തോന്നി. നിർദ്ധയമായ പീഡനവും ശത്രുസംഹാര പ്രതിജ്ഞയും ഓർമ്മ വരും. ഞാൻ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് പറയും, സത്യം സത്യം സത്യം. ഇനി അർജുനനെ ഓർത്ത് വിലപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തപസ്സിന് തടസ്സം സൃഷ്ടിക്കുകയില്ല. നകുലനൻ്റെ വിരഹത്തെ പരിഹസിക്കും. അപ്പോൾ സഹദേവൻ പറയും, മതിയാക്കൂ. ദ്രൗപദി ശരിയായ സമയത്ത് ശരിയായ കടമ നിർവഹിക്കുന്നു. ദിവസവും മൂത്ത ജ്യേഷ്ഠൻ്റെ മനസ്സിൽ പ്രതികാരത്തിനെത്തി ആളിക്കത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എരുതിയിൽ എണ്ണയൊഴിക്കുന്നു. അല്ലെങ്കിൽ അഹിംസയുടെയും അക്ഷമയുടെയും അവതാരമായ അദ്ദേഹം ഇപ്പോഴെങ്കിലും പ്രതികാരത്തെപ്പറ്റി ചിന്തിക്കുമോ? ദ്രൗപദിയുടെ വിരഹിണി വേഷം കണ്ടിട്ട് നിങ്ങൾ പരിഹസിക്കുന്നു. അവരുടെ യഥാർത്ഥ രൂപം കണ്ടാൽ നിങ്ങൾ അമ്പരക്കും. എത്ര മൃദുലയാണോ അത്ര കഠോരയുമാണ്. എത്ര ക്ഷമാശീലയാണോ അത്ര പ്രതികാരദാഹിയുമാണ്. സമയം നോക്കി പ്രവർത്തിക്കുവാൻ അറിയാം. ഈ സമയത്ത് വിരഹവർണ്ണന നിറഞ്ഞ കാവ്യം രചിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാനില്ല. അവർ കാവ്യം രചിക്കുന്നു. അർജുനൻ മടങ്ങി വരുമ്പോൾ നല്ല ഉപഹാരം നൽകും. ശരിയാണ്, ഞാൻ ഇതിനിടയ്ക്ക് വിരഹകാലം എന്നൊരു കാവ്യം പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ഈ സഹോദരന്മാർ അറിഞ്ഞിരിക്കുന്നു. അവരെന്ത് വിചാരിക്കുമോ ആവോ? ഭീമന് കാവ്യത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ മുഷിച്ചിൽ തോന്നി. പാഞ്ചാലി, ഞാൻ ഹിഡുംബിയുടെ അടുത്ത് പോവുകയാണ്. എന്നെക്കുറിച്ചൊരു കാവ്യം എഴുതുന്നതുവരെ ഞാൻ മടങ്ങി വരികയില്ല. എഴുതാമോ? നകുലൻ ചിരിച്ചു. ആ കാവ്യത്തിൻ്റെ പേര് ദ്രൗപദി വിലാപം എന്നായിരിക്കും. നിങ്ങളുടെ വിരഹത്തിൽ അവർ എങ്ങനെ വിലപിക്കുന്നു എന്നായിരിക്കും എഴുതുന്നത്. ഭീമൻ സന്തോഷത്തോടു കൂടി പറയും, ശരിയാണ്. എൻ്റെ വിരഹത്തിൽ ദ്രൗപദിയുടെ വിലാപം. ആകാശത്തെയും വായുവിനെയും ഭേദിച്ചുകൊണ്ട് ആ സ്വരം എൻ്റെ അടുത്തെത്തും. ആ വിലാപം കേട്ട് അസൂയമൂത്ത് ഹിഡുംബി വിലപിക്കുവാൻ തുടങ്ങും. അവളുടെ വിലാപം ഹസ്തിനാപുരിയിലിരിക്കുന്ന ദുര്യോധനനെ പോലും അമ്പരിക്കുന്ന വിധത്തിലുള്ളതായിരിക്കും. സ്വന്തം വിധിയാണ് വിലപിക്കുന്നതെന്ന് അവർ വിചാരിക്കും. ഭീമൻ്റെ വാക്ക് കേട്ട് നകുലൻ ചാവല്യത്തോടെ ചിരിക്കും. എന്നാൽ സഹദേവൻ ഗംഭീരസ്വരത്തിൽ പറയും, സ്ത്രീയുടെ വിലാപമാണ് പ്രേമത്തിൻ്റെ തെളിവായി ഭീമൻ കരുതുന്നത്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും തുറന്ന മനസ്സോടെ ദ്രൗപദിയെ സ്നേഹിക്കുന്നത് ഭീമനാണ്. ആഗ്രഹമുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവർ ദ്രൗപദിയിൽ നിന്ന് സ്നേഹം ബലമായി പിടിച്ചെടുക്കാറില്ല. അതേസമയം ഭീമൻ എപ്പോൾ വേണമെങ്കിലും ദ്രൗപദിയിൽ ചലനം സൃഷ്ടിക്കുവാൻ കഴിയും. ദാമ്പത്യത്തിൻ്റെ വാർഷിക വ്യവസ്ഥ നിലനിൽക്കുമ്പോഴും ഭീമൻ കുറച്ചൊന്നുമല്ല ദ്രൗപദിയെ കഷ്ടപ്പെടുത്തുന്നത്. ബാക്കിയുള്ളവർ ശോഭിച്ചാലും ദ്രൗപദിക്ക് ഏറ്റവും കൂടുതൽ കൂറും വിശ്വാസവും ഭീമനോടാണ്.
എന്താ ഞാൻ പറയുന്നത് കളവാണ്? എല്ലാ സഹോദരന്മാരും ഒരുമിച്ച് എന്നെ നോക്കും. ചിരിച്ചുകൊണ്ട് ഞാൻ വിരഹവേദന അകറ്റുവാൻ ശ്രമിക്കും. ശിലാപ്രതിമ പോലെ ശാന്തനും നിർവികാരനുമായിരുന്ന യുധിഷ്ഠിരൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അർജുനൻ മടങ്ങി വരുന്നില്ല. ഒരു വിവരവും അറിയുന്നുമില്ല. അദ്ദേഹം ഹിമാലയം ഉപേക്ഷിച്ചു പോയെന്ന് അവിടെ ഇരുന്ന വന്ന സന്യാസിമാർ പറഞ്ഞു. ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കാത്തിരിപ്പിന് നീളം വർദ്ധിച്ചു വന്നു. വ്യാകുലത ഇപ്പോൾ ഉത്കണ്ഠയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല, യുധിഷ്ഠിരൻ ഉൾപ്പെടെ എല്ലാവരും അർജുനന്റെ വിവരമറിയുവാൻ ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നു. ഈശ്വരൻ അയച്ചതുപോലെ അന്ന് കഴിഞ്ഞ് ലോമേശമുനി ഞങ്ങളുടെ കുടിലിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അർജുനനെ കുറിച്ചുള്ള വാർത്തയുമായിട്ടാണ് അദ്ദേഹം വന്നത്. എൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹം പറഞ്ഞു, ദേവി ദ്രൗപദി വിഷമിക്കരുത്. നിങ്ങളുടെ ഭർത്താവ് ഹിമാലയത്തിലെ ജോലി അവസാനിപ്പിച്ച ശേഷം ഇപ്പോൾ സ്വർഗത്തിൽ പരമാനന്ദത്തോടെ കഴിയുകയാണ്. കൗരവന്മാരെ അമർച്ച ചെയ്യുവാൻ വേണ്ടി അനേകം ആയുധങ്ങൾ ശേഖരിക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി അവസാനിക്കാറായി. അർജുനൻ സ്വർഗത്തിൽ തങ്ങുന്നത് എന്തിന്? ഞാൻ വ്യാകുല സ്വരത്തിൽ ചോദിച്ചു. ലോമശമുനി ശാന്ത സ്വരൂപത്തിൽ പറഞ്ഞു, എത്ര കാലത്തിന് ശേഷമാണ് ദേവേന്ദ്രൻ മകനെ അടുത്ത് കാണുന്നത്? ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മകൻ വനവാസവും ദാരിദ്ര്യവുമായി കഴിച്ചുകൂട്ടി. ഇപ്പോഴാണ് സ്വർഗരാജ്യത്ത് ചെന്നത്. അതുകൊണ്ട് കുറച്ചു ദിവസം അവിടെ താമസിച്ച് വിശ്രമിക്കുവാൻ ആവശ്യപ്പെട്ടു. അർജുനൻ അച്ഛൻ്റെ അഭിപ്രായം മാനിച്ചു. അമരാവതിയിൽ ഇന്ദ്രന്റെ സഭ കണ്ടിട്ട് അർജുനൻ അത്ഭുത സ്തബ്ധനായി. ഗന്ധർവന്മാരുടെ സാമഗാനവും രംഭമേനക സ്വർണപ്രഭ ഊർവശി ചിത്രസേന കുംഭയോനി വൈദ്ധിനി മിത്രകേശി ചിത്രലേഖ പത്മയോനി മുതലായവ നിത്യയൗവനകളായ അപ്സരസുകളുടെ നൃത്തഗീതങ്ങളും ആസ്വദിച്ച് മോഹിച്ചു കഴിയുകയാണ്. ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഗന്ധർവരാജനായ ചിത്രസേനയിൽ നിന്ന് നൃത്തഗീതങ്ങൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. പഠനം പൂർത്തിയാക്കിയാൽ ഉടൻ മടങ്ങി വരുമ്പോൾ അവിടെ നിന്ന് വജ്രം, അശനി മുതലായ ആയുധങ്ങൾ കൊണ്ടുവരും. അതിനാൽ ഒന്നിനെക്കുറിച്ചും ആശങ്ക വേണം. അർജുനൻ സുഖമായിരിക്കുമെന്നറിഞ്ഞ് വലിയ ആശ്വാസം തോന്നി. എന്നാൽ അദ്ദേഹം സ്വർഗത്താ. ഊർവശി, മേനക, രംഭ, ചിത്രലേഖ മുതലായവരുടെ ഇടയ്ക്ക് സുഖ സൗഭാഗ്യങ്ങളോടെ കഴിയും. അതാലോചിച്ചപ്പോൾ എനിക്ക് നരകതുല്യമായി യാതന അനുഭവപ്പെട്ടു. ആ അപ്സരസുകൾ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും മറവിൽ എൻ്റെ ഭർത്താവിനെ ഭോഗവിലാസങ്ങളിൽ കുരുക്കും. ഞാൻ അവരെ ശപിച്ചു. എന്തുകൊണ്ട് ഇവർക്ക് വംശനാശം സംഭവിക്കുന്നില്ല? ശത്രു സംഹാരത്തിനു വേണ്ടിയുള്ള ആയുധ സമ്പാദനം എവിടെ? നൃത്തഗീതങ്ങളുടെ പരിശീലനം എവിടെ? സ്വർഗസുഖം ഉപേക്ഷിച്ചിട്ട് ആരെങ്കിലും മടങ്ങി വരുമോ? ചൂതുകളിക്ക് ശേഷം എനിക്കുണ്ടായ അപമാനത്തിൻ്റെ കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയുണ്ടാകുമോ? അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഭാര്യയും സ്വന്തമായ വീട് പോലുമില്ലാതെ വനത്തിൽ കഴിയുകയാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? ഞാൻ ഇങ്ങനെയുള്ള ചിന്തകളിൽ മുഴുകിയിരുന്നു. എൻ്റെ വിഷണ്ണമായ മുഖം കണ്ടിട്ട് സഹദേവൻ പറഞ്ഞു, ജ്യേഷ്ഠനെ ഓർത്ത് വിഷമിക്കരുത്. അദ്ദേഹം കുന്തിപുത്രനായ അർജുനനാണ്. അപമാനത്തിൻ്റെ ജ്വാലയൊരിക്കലും മറക്കുകയില്ല. അധർമ്മത്തിന് അറുതി വരാത്താത്തെ അദ്ദേഹം തന്നെ സ്വർഗത്തിൽ പോലും സമാധാനം ലഭിക്കുകയില്ല. സഹദേവന്റെ വാക്കുകൾ കേട്ട് ഞാൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങയ്ക്ക് മോഹിനിരമായ ആ നാർത്തികമാരെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഒരു തവണ അവരുടെ വലയിൽ കുടുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടുക പ്രയാസമാണ്. ആയുധങ്ങൾ സംഭരിക്കുവാൻ പോയ അർജുനൻ നൃത്തഗീതങ്ങളിൽ ആകൃഷ്ടനായതെങ്ങനെ? എന്തുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാര്യം ഓർമ്മിക്കുന്നില്ല? സഹദേവൻ എനിക്ക് ധൈര്യം പറഞ്ഞു. അർജുനനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് ശരിയല്ല. അദ്ദേഹം അവരുടെ സഖാവാണെന്ന് അറിയുവാൻ വേണ്ടി നമുക്ക് പലതും ചെയ്യേണ്ടിയിരിക്കും. അർജുനനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അർജുനൻ ഇന്നോളം ചെയ്തിട്ടുള്ളതെല്ലാം ആര്യാവർത്തത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സമയമാകുമ്പോൾ നൃത്തഗീതം അഭ്യസിക്കുന്നതിൻ്റെയും സദ്ഫലം ലഭ്യമാകും. ഏത് വിഷയത്തിലായാലും അറിവ് നേടുന്നത് മഹത്തായ കാര്യമാണ്. അർജുനൻ ഉടനെ തിരികെ വന്നാൽ പോലും മൂത്ത ജ്യേഷ്ഠൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് അർജുനൻ്റെ തിരിച്ചുവരവിലിനെ ചൊല്ലി വ്യാകുലപ്പെടരുത്. അദ്ദേഹം സ്വർഗത്തിൽ കുറച്ചു കാലം സുഖമായി കഴിയട്ടെ. നമ്മളിൽ ഒരാളെങ്കിലും കുറച്ചു കാലം സുഖമായി കഴിയട്ടെ. ഞാനൊന്നും മിണ്ടിയില്ല. അർജുനൻ്റെ പാദസേവയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് സഹദേവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അദ്ദേഹത്തിൻ്റെ സഹവാസം ഇല്ലാതെ ഇപ്പോൾ വല്ലാത്ത ശൂന്യത അനുഭവപ്പെടുന്നു. എങ്കിലും സഹദേവന്റെ വാക്കുകൾ കേട്ട് പ്രതീക്ഷയുണർന്നു. അർജുനൻ തീർച്ചയായും തിരികെ വരും. പ്രിയ സഖാവിൻ്റെ പ്രിയ സഹോദരിയാണല്ലോ. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും സുഭദ്രയ്ക്ക് വേണ്ടി അദ്ദേഹം തീർച്ചയായും തിരിച്ചു വരുമെന്ന ചിന്ത മുങ്ങുന്ന മനസ്സിന് വിശ്വാസം നൽകിക്കൊണ്ടേയിരുന്നു. മനുഷ്യ മനസ്സ് അത്ര വേഗമൊന്നും അംഗീകരിക്കുകയില്ല എന്നെനിക്കറിയാം. എന്നാൽ രാത്രിയിൽ മനോവേദന മൂലം ഉറക്കം വരുന്നതേയില്ല. എപ്പോഴെങ്കിലും ക്ഷീണിച്ചുറങ്ങിയ ദുസ്വപ്നങ്ങൾ തിക്കിത്തിരക്കുമായി. ചിലപ്പോൾ കൗരവ സഭയിലുണ്ടായ പീഡനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ദൃശ്യം തെളിഞ്ഞു വരും. ചിലപ്പോൾ നീരൊഴുക്കിൽ നിന്ന് കർണൻ രക്ഷപ്പെടുത്തിയ ദൃശ്യം തെളിയും. ചിലപ്പോൾ മക്കൾ കരയുന്നതും ചേലത്തുമ്പിൽ പിടിച്ച് വലിച്ച് അമ്മയെ ഞങ്ങൾ വിടലെന്നും പറഞ്ഞ് ഷട്ടിക്കുന്നതും സ്വപ്നം കാണും. ചിലപ്പോൾ അപ്സരസുകളാൽ വലയം ചെയ്യപ്പെട്ട അർജുനനെ കാണും. ഒടുവിൽ രസികരാജാനായ കൃഷ്ണൻ നിൽക്കുന്നത് പോലെ അപ്സരസുകളുടെ നടുവിൽ അർജുനൻ കാണപ്പെട്ടു. പെട്ടെന്ന് ഉറക്കം തെളി.
ഓരോ സ്വപ്നത്തെക്കുറിച്ചും ആലോചിച്ച് വീണ്ടും മനസ്സ് വേദനിക്കും. മനസ്സിലെ ദുഃഖം ആരോടും പറയുവാൻ പറ്റില്ല. മായയോ നിധുംബനിയോ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് കവിത മാത്രമായി എൻ്റെ പ്രിയ തോഴി. ഹൃദയാവിത കവിതയിൽ ചാലിച്ച് ഞാൻ ആശ്വാസം കണ്ടെത്തി. വർഷങ്ങൾ കടന്നുപോയി. അർജുനൻ മടങ്ങി വന്നതേയില്ല. എൻ്റെ മനസ്സ് സഹദേവന് മനസ്സിലാവും. മനസ്സിന് മാറ്റം വരുവാൻ വേണ്ടി താമസം മാറുവാൻ അദ്ദേഹം ഉപദേശിച്ചു. അതോടൊപ്പം ലോമേശമുനിയുടെ കൂടെ തീർത്ഥാടനം നടത്തുവാനും കുറച്ചുനാൾ നൈമിഷാരണ്യത്തിൽ കഴിഞ്ഞ ശേഷം പ്രയാഗ്, ഗയ, ഗംഗാസാഗരം എന്നിവയുടെങ്കിലും സമുദ്രതീരം വഴി പടിഞ്ഞാറ് പ്രഭാസ തീർത്ഥത്തിലെത്തി. ശ്രീകൃഷ്ണനും ബലരാമനും യാദവന്മാരും ചേർന്ന് ഞങ്ങളെ സ്വീകരിച്ചു. പ്രഭാസത്തിൽ ശ്രീകൃഷ്ണന്റെ ആതിഥ്യം സജ്ജീകരണങ്ങൾ മൂലം ദുഃഖമെല്ലാം മറന്ന് തുറന്ന മനസ്സോടെ കൃഷ്ണനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുനനിലുള്ള വിശ്വാസം തിരികെ കിട്ടി. പുതിയ പ്രതീക്ഷയും ഉത്സാഹവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. വിഭാഷ നദി കടന്ന് ഞങ്ങൾ ഹിമാലയ പാർശ്വത്തിലുള്ള സുബാഹു രാജാവിൻ്റെ രാജ്യത്തിലെത്തി. അപ്പോഴേക്കും ഞാൻ വളരെ ക്ഷീണതയും ദുർബലയുമായി കഴിഞ്ഞു. ദുഃഖവും ചിന്തയും മൂലം ആഹാരവും നിദ്രയും വേണ്ട വിധത്തിലായില്ല. പോരാത്തതിന് വനത്തിലെ ക്ലേശവും അധ്വാനം കാരണം എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. ഒരു ചുവട് പോലും നടക്കുവാനുള്ള ശക്തിയില്ലാതെയായി തീരുകയും ചെയ്തു. ഗന്ധമാദന പർവ്വത പ്രാന്തത്തിൽ ദുർഗമായ വനമുണ്ട്. പാണ്ഡവന്മാർ അങ്ങോട്ട് നീങ്ങി. എനിക്ക് എതിർക്കുവാൻ കഴിഞ്ഞില്ല. കൂടെ ലോമേശ മുനിയുണ്ട്. നടക്കുവാൻ വയ്യെന്നെങ്ങനെ പറയും? തീർത്ഥാടനത്തിന് മുനിയെ അനുഗമിക്കുമെന്ന സന്ദേശം അർജുനനെ തന്നെയാണ് അയച്ചിരുന്നത്. ആ ചുമതല യുധിഷ്ഠിരൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഞാനും പൂർണ്ണ മനസ്സോടെ ആ കർത്തവ്യം പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ കൊടുങ്കാറ്റടിച്ചു. എങ്ങും പ്രാണരക്ഷയ്ക്കിടം കണ്ടില്ല. ഭീമൻ എൻ്റെ തൊട്ടടുത്തുണ്ട്. മരത്തിന് താഴെ ഒരു കൈ പിടിച്ചുകൊണ്ട് നിന്നു. എന്നാൽ ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്നാണല്ലോ. മരത്തിന് പോലും ഞങ്ങൾക്ക് അഭയം നൽകുവാൻ കഴിഞ്ഞില്ല. അതഴഞ്ഞു വീണു. ഭീമൻ രക്ഷപ്പെട്ടു. എന്നാൽ എനിക്ക് മുറിവ് പറ്റി ബോധക്ഷയം സംഭവിച്ചു. എത്ര നേരം അബോധാവസ്ഥയിൽ കിടന്നതെന്ന് അറിയുവാൻ എനിക്ക് തന്നെ വയ്യ. ഭർത്താവ് തലക്കിലിരുന്നിരുന്നു. അടുത്ത സുന്ദരനായ ഒരു ബാലനിരിക്കുന്നു. അവൻ മനസ്സർപ്പിച്ചെൻ്റെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പുത്രസ്മരണ ഉളവായി. ഏതു ഭാഗ്യവാന്റെ മകനാണ് ഈ കുമാരൻ? മനസ്സിൽ വാത്സല്യം നടന്നു. ഞാൻ പതുക്കെ ചോദിച്ചു, മകനെ, നീ ആരാണ്? അപരിചിതയായ സ്ത്രീയുടെ പാദസേവ ചെയ്യുവാൻ ആര് പറഞ്ഞു? നീ ആരായാലും ഞാൻ നിന്റെ അമ്മയാണ്. നീ ആരാണെന്ന് പറയും. ബാലൻ ലജ്ജയോടുകൂടി പറഞ്ഞു, മകനെ എന്ന് വിളിച്ച അമ്മ എന്നെ സ്വയം പരിചയപ്പെടുത്തി. അത് തന്നെ ധാരാളം. ഞാൻ വീണ്ടും ചോദിച്ചു, ആരാണ് നീ? നിന്നെപ്പോലെ ഒരു പുത്രനെ പ്രസവിച്ച അമ്മ ആരാണ്? സുന്ദരനായ ബാലൻ ഭീമനെ നോക്കി. ഭീമൻ മൃദുവായി പുഞ്ചിരിക്കുന്നത് കണ്ടു. ഇത്ര സ്നിഗ്ധമായ മന്ദസ്മിതം ആദ്യമായിട്ടാണ് ഭീമന്റെ മുഖത്ത് തെളിയുന്നത്. സാധാരണയായി അദ്ദേഹം ചിരിക്കുമ്പോൾ അട്ടഹാസത്തിൻ്റെ ഒരു മാറ്റൊലിയാണ് കേൾക്കാറ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു മുഖം ഞാൻ കാണുകയാണ്. പ്രശാന്തവും ഉജ്ജ്വലവുമായ മുഖം, പിതൃത്വത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് ദീപ്തം. അദ്ദേഹം സ്നിഗ്ധ സ്വരത്തിൽ പറഞ്ഞു, ഹിഡുംബി പുത്രനായ ഘടോൽക്കജ, അമ്മ ദ്രൗപദിയെ നമസ്കരിക്കുക. നിന്റെ പിതാവ് ആരാണെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താലും. എന്തുകൊണ്ടെന്നാൽ ഹിഡംബിയെ കാണുമ്പോൾ തന്നെ വിദൂഷിയായ ആര്യാവതി കൃഷ്ണ തൻ്റെ വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാം മറന്ന് രാക്ഷസിയായി. 2 രാക്ഷസിമാർ എതിരിടുമ്പോൾ നമ്മുടെ തീർത്ഥയാത്ര പരിപാടി ഉപേക്ഷിക്കേണ്ടി വരും. ഭീമന്റെ രസികത്വം കേട്ട് എല്ലാവരും ചിരിച്ചു. ഘടോൽക്കജൻ എന്നെ നമസ്കരിച്ചു. ഞാൻ അവനെ മാറോടണച്ചു. അവനെ സ്പർശിച്ചപ്പോൾ എൻ്റെ 5 പുത്രന്മാരെ സ്പർശിക്കുന്ന സുഖം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു, മകനെ, നിന്റെ മഹതിയായ അമ്മയ്ക്ക് പ്രണാമം. കാട്ടിൽ പാർക്കുന്നവരായിട്ട് നിന്നെപ്പോലെ മര്യാദക്കാരനും വിനീതനുമായ ബാലന്റെ പെരുമാറ്റം പ്രശംസനീയം തന്നെ. എത്ര നല്ല പരിശീലനമാണ് അമ്മ നിനക്ക് തന്നിരിക്കുന്നത്. എന്നോട് കോപം തോന്നുമ്പോൾ ഭീമൻ നിന്റെ അമ്മയുടെ അടുത്തേക്ക് വരും. അവരെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഹിഡംബിക്ക് 100 നമസ്കാരം, കോടി കോടി പ്രണാമം. ഞങ്ങൾ ഹസ്തിനാപുരത്ത് മടങ്ങിപ്പോയ ശേഷം കൗരവന്മാരുമായുള്ള പോരിന് അറുതി ഉണ്ടാക്കിയ ശേഷം അമ്മയും കൂട്ടി അച്ഛൻ്റെ രാജ്യത്ത് വരണം. അതിന് പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അത് നിന്റെ അവകാശമാണ്. അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് വിചാരിക്കരുത്. സപത്നിമാരോട് കലഹിക്കുന്ന രാക്ഷസിയല്ല ഞാൻ. സുഭദ്ര എൻ്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പാർക്കുന്നുണ്ട്. അവൾ എൻ്റെ അനുജത്തിയെ പോലെയാണ്. നിന്റെ അമ്മ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും എന്നേക്കാൾ മുതിർന്നവളാണ്. എൻ്റെ ജ്യേഷ്ഠത്തെയാണ്. അമ്മയോട് എൻ്റെ സ്നേഹാന്വേഷണം പറയണം. ഘടോൽക്കജൻ എന്നെ തോളിലിരുത്തി നടന്നു തുടങ്ങി. എനിക്ക് നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ട് ഭീമൻ അവനെ സ്മരിച്ചതാണ്. ഘടോൽക്കജൻ എന്നെ ഒരു പൂ പോലെ എടുത്തുകൊണ്ട് പർവ്വത പ്രദേശങ്ങളിലൂടെ അതിവേഗം നടന്നു. ഞങ്ങൾ ബദരികാശ്രമത്തിലെത്തി. ഘടോൽക്കജൻ കൈകൂപ്പി യാത്ര ചോദിച്ചു. ഞാൻ അവനെ ദീർഘായുസ് നേർന്നു. ഹസ്തിനാപുരത്ത് വരുന്ന കാര്യം ഓർമ്മിപ്പിച്ചു. ഘടോൽക്കജനെ കണ്ടതിനു ശേഷം കുറച്ചു സമയം ഞാൻ എൻ്റെ 5 പുത്രന്മാരുടെയും അഭിമന്യുവിൻ്റെയും കാര്യം ഓർക്കുവാനിടയായി. ബദരികാശ്രമത്തിലെ പ്രകൃതി ഭംഗി എൻ്റെ സന്ധഭക്തി ഹൃദയത്തിന് ആശ്വാസമേകി. അർജുനൻ ഇവിടെ നിന്നാണ് സ്വർഗയാത്ര ആരംഭിച്ചത്.
അതിനാൽ ഇത് തീർത്ഥസ്ഥാനമാണ്. അർജുനൻ 5 വർഷങ്ങൾക്ക് ശേഷം സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് ഇവിടുത്തെ ഋഷിമാർ പറഞ്ഞു. ഇവിടെ 5 വർഷങ്ങൾക്കിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഈശ്വരന് മാത്രം അറിയാം. 5 വർഷക്കാലം ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടപ്പോൾ എല്ലാവരും അതിനോട് യോജിച്ചു. അർജുനൻ സസുഖം മടങ്ങി വരട്ടെ എന്ന ഉദ്ദേശത്തോടെ ഞാൻ വ്രതമനുഷ്ഠിക്കുവാൻ തുടങ്ങി. ബദരികാശ്രമത്തിൽ എൻ്റെ വ്രതകാലത്ത് ഭീമൻ്റെ സ്നേഹം എത്രത്തോളം വാസ്തവികമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ എന്താഗ്രഹം പ്രകടിപ്പിച്ചാലും അദ്ദേഹം ഉടൻ അത് സാധിച്ചു തരും. നിഴൽ പോലെ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. വ്രതവും ഹലാഹാരവും കാരണം എൻ്റെ ദേഹം ക്ഷീണിച്ചിരുന്നുവെങ്കിലും സൗന്ദര്യത്തിനും കാന്തിക്കും കുറവുണ്ടായില്ല. ഭീമൻ തൻ്റെ പരുഷവാക്കുകൾ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ മാറിപ്പോയി. ജ്യേഷ്ഠൻ്റെ ചൂതുകളിലുള്ള ആസക്തിയും ദൂരവീക്ഷണവും എല്ലാം മൂലമാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് എന്ന് ഞാൻ പറഞ്ഞ് അദ്ദേഹം യുധിഷ്ഠിരനെ ഭർസിക്കുമായിരുന്നു. അർജുനൻ സ്വർഗത്ത് പോയി നൃത്തഗീതങ്ങൾ അഭ്യസിക്കുന്നെന്ന വ്യാജേനെ സുഖഭോഗങ്ങളിൽ മുഴുകി എന്നെ വിരഹാഗ്നിയിൽ എരിയിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. നകുലനും സഹദേവനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് ശകാരിക്കും. ഭീമൻ്റെ പർവ്വതതുല്യമായ ശരീരത്തിൽ എന്നോടുള്ള കോമള പ്രേമത്തിൻ്റെ മന്ദാകിനി നിറഞ്ഞൊഴുകുന്നു. 5 വർഷം തികയാറായത്. ഭീമനും ഞാനും വനത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. പെട്ടെന്ന് വടക്ക് കിഴക്കേ മൂലയ്ക്ക് നിന്ന് 1000 സ്വർണ്ണവർണ്ണമായ ഒരു സുഗന്ധ പത്മം കാറ്റിൽ പറന്നു വന്ന് എൻ്റെ മുന്നിൽ വന്നു വീണു. അതിൻ്റെ മധുരഗന്ധവും അപൂർവ സൗന്ദര്യവും എന്നെ മോഹിപ്പിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഇത്തരം 100 പൂക്കൾ കൊണ്ട് തന്നിരുന്നുവെങ്കിൽ ബാലകൂട അർജുനനെ സ്വീകരിക്കുവാൻ കരുതി വെക്കാമായിരുന്നു. ഞാൻ വാക്യം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് ഭീമൻ വായുവേഗത്തിൽ വടക്ക് കിഴക്കേ ദിക്കു നോക്കി കൈലാസ പർവ്വതത്തിലേക്ക് നീങ്ങി. ഏറെ നേരെ കഴിഞ്ഞിട്ടും ഭീമൻ മടങ്ങി വരത്താതായപ്പോൾ ഞാൻ പരിഭ്രമിച്ചു. യുധിഷ്ഠിരനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. യുധിഷ്ഠിരൻ വ്യാകുലനായി സഹദേവനോട് വിവരം ആരാഞ്ഞു. കൈലാസ പർവ്വതത്തിൽ കുബേരൻ്റെ സരസിൽ ധാരാളം സ്വർണ്ണപത്മങ്ങൾ വിടർന്നിട്ടുണ്ട്. ദുർലഭ പുഷ്പങ്ങളാണവ. ഭീമൻ ആരോട് ചോദിക്കാതെ 100 പൂക്കൾ പറിച്ചെടുത്തു. കുബേരൻ്റെ അനുമതിയില്ലാതെ അവിടെ പ്രവേശിച്ചതിനെ കാവൽക്കാർ പ്രതിരോധിച്ചു. ക്രുദ്ധനായ ഭീമൻ അനേകം കാവൽക്കാരെ വധിച്ചു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഈ വാർത്ത കേട്ട് യുധിഷ്ഠിരൻ വ്യാകുലചിത്തനായി. എന്നെയും കൂട്ടി കൈലാസപർവ്വതത്തിൽ കുബേരൻ്റെ സരസനഗിരി എത്തി. ഭീമൻ്റെ യുദ്ധം നടന്നു. ഭീമനോട് ദേഷ്യപ്പെട്ടു. അനുമതിയില്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ പറഞ്ഞു, ഇതങ്ങ് ചെയ്യേണ്ട ജോലിയാണ്. ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ധർമ്മമാണ്. ദ്രൗപദിക്ക് സ്വർണ്ണപത്മത്തോട് ആഗ്രഹം തോന്നി. കൊണ്ടു കൊടുക്കേണ്ടത് അങ്ങയുടെ ധർമ്മമായിരുന്നു. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി അത് ചെയ്തു. യുധിഷ്ഠിരൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. വനവാസിയായി വ്രതമനുഷ്ഠിക്കുന്ന ദ്രൗപദി സ്വർണ്ണപത്മം മോഹിച്ചത് ശരിയായില്ല. ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ നീ പൂപറിച്ചത് ശരിയായില്ല. ധനം, രത്നം, സ്വർണം എന്നിവയോടെ സ്ത്രീകൾക്ക് ലോഭമുണ്ടാകുക സ്വാഭാവികമാണ്. ഇപ്പോൾ അവർ ഔചിത്യാനുചിത്യങ്ങൾ മറന്നുപോകും. എന്നാൽ പുരുഷൻ ലോഭത്തിന് അതീതനായി ഹിതാഹിതങ്ങൾ മറക്കുവാൻ പാടില്ല. ഭീമൻ വീണ്ടും പറഞ്ഞു, കാട്ടിൽ താമസിച്ചിരിക്കുന്ന സീതയ്ക്ക് സ്വർണ്ണമാനിനെ വേണമെന്ന് ആഗ്രഹം തോന്നി. ശ്രീരാമൻ ഭാര്യയുടെ ആഗ്രഹത്തിന് മുൻപിൽ ഹിതാഹിതത്തിൻ്റെ കാര്യം മറന്നു. സ്വർണ്ണമാനിൻ്റെ പിന്നാലെ ഓടി. ഞാനൊരു സാധാരണ മനുഷ്യൻ. ദ്രൗപദി 5 ഭർത്താക്കന്മാരുടെ ഭാര്യയാണ്. എല്ലാവരും ഒന്നിനൊന്നും മികച്ച വീരശൂര പരാക്രമികളും. സ്വർണ്ണപത്മത്തിനു വേണ്ടിയുള്ള ഭാര്യയുടെ ആഗ്രഹം ഞാൻ എങ്ങനെ അവഗണിക്കൂ? രാജകുമാരിയായ കൃഷ്ണൻ നമുക്ക് വേണ്ടി സർവ്വതും ത്യജിച്ചില്ലേ? അവർ എത്ര ദുഃഖം സഹിച്ചു, എത്ര അപമാനം സഹിച്ചു. രാജ്യം ഉപേക്ഷിച്ച സമയത്ത് ദേഹത്ത് കിടന്ന ആഭരണങ്ങൾ പോലും ഊരി വെപ്പിച്ച് അപമാനിച്ചില്ലേ? അവരുടെ ഈ ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ ഒരുങ്ങിയത് എൻ്റെ തെറ്റായി പോയോ? ഭീമൻ ക്രോധം കൊണ്ട് കറയ്ക്കുന്നുണ്ടായിരുന്നു. യുധിഷ്ഠിരൻ ശാന്തനായി പറഞ്ഞു, ശ്രീരാമദേവൻ സ്വർണ്ണമാനിൻ്റെ പിറകെ പോയി. എന്തായി അതിൻ്റെ ഫലം? സീതാദേവിയുടെ സ്വർണ്ണമോഹം അവരെ എന്തൊരു വലിയ ആപത്തിലാണ് ചാടിച്ചതെന്ന് അറിയാമല്ലോ. രാമൻ്റെയും സീതയുടെയും ജീവിതത്തിൽ ദുഃഖം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അതിനാൽ ലോകവാസികൾ ഇതൊരു മുന്നറിയിപ്പാണ്. ഞാനിവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ നിന്റെ ജീവിതവും ആപത്കരമായിരുന്നു. മുൻപിൽ ചിന്തിക്കാതെ ശൗര്യം കാണിക്കുന്നത് ശരിയായില്ല. വിദൂഷിയും വിദ്യാസമ്പന്നയും ശാസ്ത്രനിപുണയുമായ യജ്ഞസേനി സ്വർണ്ണക്കുതി മൂത്ത് ഹിതായുധങ്ങൾ മറന്നു. യജ്ഞസേനിയുടെ സ്ത്രീ സഹജമായ സ്വർണ്ണമോഹം എന്നെങ്കിലും നമുക്ക് നാശകാരണമായി തീർന്നേക്കാം. യജ്ഞസേനി സാധാരണ രാജകുമാരിമാരെക്കാൾ ഉപരിയാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ യുധിഷ്ഠിരന് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ലജ്ജയും ഗ്ലാനിയും പരിഭവവും പശ്ചാത്താപവും മൂലം ഗ്ലാനിയായി തീർന്നു. വളരെ ക്ലേശിച്ച് കണ്ണുനീരടക്കി. ഭീമൻ്റെ അവിവേകത്തിന് യുധിഷ്ഠിരൻ കുബേരനോട് മാപ്പപേക്ഷിച്ചു. കുബേരൻ എൻ്റെ അവസ്ഥ കണ്ട് ദുഃഖത്തോടെ പറഞ്ഞു, ദേവി ദ്രൗപദിക്ക് സ്വർണ്ണത്താമര വേണമെന്നുണ്ടെങ്കിൽ ഭീമസേനൻ ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തന്നെ 10 ലക്ഷം സ്വർണ്ണത്താമര കൊടുത്തയക്കുമായിരുന്നു. ഭീമൻ ആരോടും ഒന്നും പറഞ്ഞില്ല. എൻ്റെ അനുവാദത്തിനു വേണ്ടി കാത്തു നിന്നില്ല. നേരെ സ്വർണ്ണത്താമര പറിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സ്ഥിതി ഉണ്ടായത്. എന്തായാലും സംഭവിക്കുവാനുള്ളത് സംഭവിച്ചു. ഇനി ഭീമസേനന് തൻ്റെ പ്രാണപ്രിയയ്ക്ക് ഇഷ്ടം പോലെയുള്ള സ്വർണ്ണത്താമര സമ്മാനിക്കാം. അതിനു പുറമെ 10 ലക്ഷം സ്വർണ്ണത്താമര ദേവിക്ക് സമ്മാനമായി ഞാൻ കൊടുക്കുന്നു. ദേവിയുടെ പത്മസ്പർശത്താൽ എൻ്റെ സരസിലെ സ്വർണ്ണത്താമരകൾ കുറെ കൂടി സുന്ദരങ്ങളായി തീർന്നു. ഈ സുഗന്ധ പുഷ്പങ്ങൾ സ്വർണ്ണത്തെക്കാളും 100 മടങ്ങ് വിലയുള്ളതാണ്. ഞാൻ വിനീത സ്വരത്തിൽ പറഞ്ഞു, അങ്ങയുടെ ഉപഹാരം എനിക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല. ഞാനിപ്പോൾ ധർമ്മപുഷ്കരണിയുടെ തീരത്താണ് നിൽക്കുന്നത്.
ഞാനൊരിക്കലും സ്വർണം, വെള്ളി, രത്നം മുതലായ ആഭരണങ്ങൾ ധരിക്കുകയില്ലെന്നും ആഡംബരത്തിന് വേണ്ടി അവ ഉപയോഗിക്കുകയില്ലെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ എൻ്റെ പ്രതിജ്ഞയിൽ എന്നും ഉറച്ചു നിൽക്കും. ഈ താമരപ്പൂക്കൾ സ്വർണമായതുകൊണ്ടും വിലയേറിയതായതുകൊണ്ടും ഞാൻ സ്വീകരിക്കുകയില്ല. അങ്ങ് എന്നോട് ക്ഷമിക്കാം. വാസ്തവത്തിൽ ആഭരണങ്ങളല്ല, കർമ്മവും വ്യക്തിത്വവും ഗുണവുമാണ് ഒരുവന് ഭൂഷണം. ഇതറിയാമായിരുന്നിട്ട് ഞാൻ ലോഭത്തിന് വശംവദനായി. യുധിഷ്ഠിരൻ തക്ക സമയത്ത് മുന്നറിയിപ്പ് തന്നു. ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കൂ. കുബേരൻ വിനീതനായി പറഞ്ഞു, ദേവി, അവിടുന്ന് എൻ്റെ ഉപഹാരം സ്വീകരിച്ചില്ല എങ്കിൽ അതെനിക്ക് അതിയായ വിഷമം ഉണ്ടാക്കും. ഇന്നിത്ര വലിയൊരു സംഭവത്തിന് ശേഷം ദേവി വെറും കൈയോടെ തിരികെ പോവുകയാണെങ്കിൽ ആളുകൾ എന്നെ എന്തെല്ലാം പറയും. അവിടുന്ന് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ ഉപഹാരം സ്വീകരിച്ച് എന്നെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കണം. ധനത്തിൻ്റെ പാഴ്ചെലവിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. എന്നാൽ വേണ്ട കാര്യത്തിന് ധനം വിനിയോഗിക്കുന്നതിൽ വിഷമവുമില്ല. ഈ സ്വർണ്ണ താമരകൾ ഏതെങ്കിലും മഹത്കാര്യത്തിന് വിനിയോഗിക്കാനല്ലോ. കുബേരൻ്റെ ആത്മാർത്ഥത മനസ്സിലായി. ഇരുട്ടിൽ വെളിച്ചത്തിൻ്റെ വഴി തെളിഞ്ഞു. കാമിക വനത്തിലെത്തിയതിനു ശേഷം ഞാൻ കണ്ട സ്വപ്നം ഇത്ര വേഗം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഓർത്തില്ല. ഞാൻ വിനയത്തോടെ പറഞ്ഞു, ശ്രീമൻ, നഗരവാസികളായ ആര്യന്മാരും വനവാസികളായ ആര്യ തേജസ്വികന്മാരും തമ്മിൽ സമ്പർക്കവും സമന്വയവും എല്ലാത്തതുമൂലം ചിന്താഗതിയിലും ജീവിത രീതിയിലും ഉണ്ടായിട്ടുള്ള അന്തരം ഭാവിക്ക് ശോഭനീയമല്ല. വനവാസികൾക്ക് വിദ്യാഭ്യാസവും പുഷ്കാരവും ലഭിക്കാതെ തങ്ങൾ ആര്യന്മാരെക്കാൾ മോശക്കാരാണെന്ന ചിന്തയോടെ കഴിയുന്നു. ആര്യന്മാർ അവരെക്കാൾ തങ്ങൾ ശ്രേഷ്ഠരാണെന്നും കരുതി. ഈ തെറ്റിദ്ധാരണ കാരണം രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ശത്രുത വർദ്ധിച്ചു വരുന്നു. ഇവരിൽ സദ്ഭാവന ജനിപ്പിക്കുവാൻ ശ്രമിച്ചാൽ അത് മൈത്രയുടെ ഉത്തമ ഉദാഹരണമായി തീരും. കാമിക വനത്തിൽ കിർമീക ശബുര കുടിലത്തിനോടൊപ്പം പാണ്ഡവന്മാരുടെ വാസവും മൈത്രിയും ഇതിന് തെളിവാണ്. ദുർഗമ വനത്തിൽ നല്ല വഴിയുണ്ടായിരുന്നുവെങ്കിൽ അവരുമായുള്ള സമ്പർക്കം കുറെ കൂടെ എളുപ്പമായിരുന്നു. അവർക്കും നഗരത്തിലും തീർത്ഥസ്നാനങ്ങളിലും പോകുവാനും വരുവാനും എളുപ്പമാകുമായിരുന്നു. തൽഫലമായ ആര്യന്മാരും ആര്യധേരന്മാരും ഋഷികളും സന്യാസിമാരും ഒക്കെയായി സംവനം പാലിക്കുവാൻ കഴിയും. വികാരങ്ങളുടെ ആദാന പ്രധാനവും ഉത്സവം, വിവാഹം തുടങ്ങിയ വിശേഷ അവസരങ്ങൾ പങ്കുകൊള്ളും സാധ്യമാകും. ഇപ്രകാരം അവർ തമ്മിൽ സുഹൃത്ബന്ധവും വിവാഹബന്ധവും സ്ഥാപിക്കുവാൻ കഴിയും. ഇങ്ങനെ വിഭിന്നമായ ആര്യാവർത്തത്തിൽ വളരെയേറെ നന്മകളുണ്ടാകും. 10 ലക്ഷം സ്വർണ്ണത്താമരയുടെ വില കൊണ്ട് കാമികവനം, ദൈത്യവനം, നൈമിഷാരണ്യം, ഹിമാലയത്തിലെ വിഭിന്ന സ്ഥലങ്ങൾ എന്നിവയും ഹസ്തിനാപുരവും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്ന വഴികൾ നിർമ്മിച്ചാൽ എൻ്റെ സ്വപ്നം സഫലമാകും. ശബരന്മാരും രാക്ഷസന്മാരും മറ്റും മുനിമാരുടെ യോഗാസദനയ്ക്ക് തുടരെ തടസ്സം സൃഷ്ടിക്കുന്നു. സമന്വയരും സഹകരണവും ഇല്ലാത്തതുമാണ് അതിന് കാരണം. അങ്ങയുടെ അഭിപ്രായം എന്താണ്? യുധിഷ്ഠിരൻ മുഗ്ധനായി കേട്ടുകൊണ്ടിരുന്നു. കുബേരന് വിസ്മയം തോന്നി. ലോമേശമുനി എൻ്റെ വാക്കുകളെ പിന്താങ്ങി. നകുലൻ ചാവല്യത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുർഗമമായ വഴികളിലൂടെ യാത്ര ചെയ്ത യജ്ഞസേനി വളരെ കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വനത്തിൽ വഴികളും വഴിയമ്പലങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിക്കുന്ന കാര്യം പ്രസ്താവിക്കുന്നത്. ഈ വഴികളിലൂടെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് വളരെ കുറയും. സഹദേവൻ മന്ദസ്നേഹത്തോട് പറഞ്ഞു. ഇതുമൂലം ആര്യാവർത്തത്തിലെ അനേകം വിവാദങ്ങൾക്ക് പരിഹാരമാണ്. ഇന്നീ മുഹൂർത്തത്തിൽ ലോമേശമുനിയുടെ പൗരോഹിത്യത്തിൽ യജ്ഞസേനി സപുണ്യ മണ്ഡപത്തിന് അടിത്തറയിടാം. കുബേരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഭീമസേനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഹിഡുംബൻ്റെ സഹോദരി ഹിഡുംബിയെ വിവാഹം ചെയ്തത് വഴി ആര്യന്മാരും ആര്യതേന്മാരുമായിട്ടുള്ള ബന്ധത്തിന് അടിത്തറവാകിയത് അദ്ദേഹമാണ്. എല്ലാവരോടുമുള്ള സ്വമഭാവനയാണ് ഭീമസേവൻ്റെ ആദർശം. അതുകൊണ്ട് അദ്ദേഹം തന്നെ യജ്ഞസേനി സമ്പന്ന മണ്ഡപത്തിന് അടിത്തറയതട്ടെ. എല്ലാവരും മംഗളധ്വനിയോടെ കുബേരൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി. ലോമേശമുനിയുടെ പൗരോഹിത്യത്തിൽ സമന്വയകാര്യം ആരംഭിച്ചു. ഭൂമിയിൽ കൗരവന്മാർ മൂലം ധർമ്മവും സത്യവും ന്യായവും വിപദ്ഗ്രസ്തവുമായി കൊണ്ടിരിക്കുന്നു. ഇക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യന്തം ആവശ്യമാണ്. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തും. ഈ വിവരം ഞങ്ങൾ അറിയിച്ചു. ഞങ്ങളുടെ മേൽ അനുഗ്രഹവൃഷ്ടി നടത്തുകയാണെന്ന് തോന്നി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ശക്തിയും സ്വാതന്ത്ര്യവുമായി. ചടങ്ങ് അവസാനിപ്പിച്ച ശേഷം ഞങ്ങൾ ബദരികാശ്രമത്തിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. തുടരും.